സാമ്പത്തിക പ്രശ്നത്തെ പറ്റിയാണ് മാഷ് പറഞ്ഞത്. നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ സത്യത്തിൽ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഓരോ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഇഷ്യൂസ് വളരെ ഗൗരവമാണ്. പാടക്കടൽ ഖനനം മത്സ്യമേഖല ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞ് നിലപാട് സ്വീകരിച്ചിട്ടും ആ ഖനനവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എടുക്കുന്ന സമീപനങ്ങൾ, അപ്പോൾ സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, കേരളത്തിലെ ഓരോ വകുപ്പിലും ഇടപെട്ട്, ഇപ്പോൾ സഹകരണ വകുപ്പ് ഓരോ വകുപ്പിലും ഇടപെട്ട് ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. അതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ അതിജീവിക്കാൻ വേണ്ടി തനത് വരുമാനം വർദ്ധിപ്പിച്ച് നമ്മൾ സമീപനം സ്വീകരിക്കുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു, കൊടുക്കുന്നു. പക്ഷേ അതുപോലെ അല്ല, അതിനേക്കാൾ പ്രാധാന്യമാണ് ഓരോ വകുപ്പിനെയും തകർക്കാൻ വേണ്ടിയുള്ള സമീപനം. അതിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് ആഴക്കടൽ മത്സ്യബന്ധനം ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ എടുത്ത സമീപനം എന്താണ്? സാംസ്കാരിക മേഖലയുടെ ഇടപെടി. ഇന്ന് ജനാധിപത്യപരമായ ഒരു സാംസ്കാരിക പ്രവർത്തനം നടത്താനല്ല അവരാഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി വന്നപ്പോഴും ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ വാക്കുകളിലൂടെ വർഗീയത കേരളത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ല, യഥാർത്ഥത്തിലൊരു സ്വതന്ത്രമായ സാംസ്കാരിക പ്രവർത്തനം, ഒരു പുരോഗമനപരമായ സാംസ്കാരിക പ്രവർത്തനത്തെ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഓരോ വകുപ്പിലും ഭരണപരമായി ചെയ്യേണ്ട കാര്യങ്ങളെ അതർ അധികാരത്തെ കവർന്നെടുക്കുന്ന സർക്കാരിൻ്റെ പ്രവർത്തനം അവതാളത്തിലാക്കി മുന്നേറ്റമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് BJP. അങ്ങനെയാണോ കരുതുന്നത്? അല്ല, അതൊരു ഭാഗത്ത് അവർ ചെയ്യുന്നു. കാരണം സാമ്പത്തികമായി തകർക്കുമ്പോൾ ഇവിടെ പെൻഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും, ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും, വികസന പ്രവർത്തനങ്ങൾ തടസ്സം വരും. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആദ്യം നോക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ട് തിരിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമായ കാര്യമാണ്. ഇതിലെല്ലാം പ്രതിപക്ഷത്തിന് സമീപനത്തെ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ അവർ പൂർണ്ണമായി BJP-യുടെ നിലപാട് ശരിയാണെന്നുള്ള വാദത്തിനോടൊപ്പം നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഡൽഹി സമരത്തിന് പോയി, ഇവിടെ സമരം ചെയ്യുന്നു. ഒരു സമീപനവും ഒരു സഹകരണവും അവരുണ്ടായിട്ടില്ല. നിയമസഭയിൽ തന്നെ ഈ സാമ്പത്തിക അടിച്ചമർത്തലിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നിയമസഭയിൽ ഒരു പ്രമേയത്തിനോടൊപ്പം നിന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പ്രക്ഷോഭത്തിലേക്കോ അല്ലെങ്കിൽ സ്വതന്ത്രമായ തനതായ സമരത്തിലേക്കോ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം ഇന്ന് വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയാണ്. അത് രാഷ്ട്രീയമായ പ്രതിസന്ധിയെ നേരിടുന്നത് ഈ പറഞ്ഞ ഫെഡറൽ സംവിധാനത്തിലെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന പ്രതിസന്ധി, അതുപോലെ തന്നെ സാമ്പത്തികമായി തകർക്കുന്ന സമീപനം. ഈ രണ്ട് രീതിയിൽ കേരളം വെല്ലുവിളി നേരിടുന്നു. അതിനെതിരായിട്ടുള്ള ശക്തമായ സമരം, തുടർ സമരം ഉണ്ടാകണം. അതിൻ്റെ തുടക്കമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരം.